ഇന്ത്യൻ ആക്രമണത്തിന് പിന്നാലെ അനുനയ നീക്കവുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നു. സംഘർഷത്തിൽ അയവ് വരുത്തിയാൽ തിരിച്ചടിക്കില്ല എന്നാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നത്. ഡൽഹിയിൽ നിന്ന് പി ബസന്തും അർജുൻ പീതാംബരനുമാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ബസന്ത്, ഇനി പറഞ്ഞു നിൽക്കാൻ പോലും കഴിയില്ല. കാരണം ഇന്ത്യയുടെ സൈനിക ശേഷി അവർ ഇതാദ്യമായിട്ടല്ല അറിയുന്നത്, പക്ഷേ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ കരുത്തറിഞ്ഞ ദിവസമാണ് ഇന്ന്. അതുകൊണ്ടാണോ ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് പറയേണ്ടി വരുന്നത്? ആ ഗതികേടിലേക്ക് പാകിസ്ഥാൻ എത്തിയത്? ഇത് രണ്ട് രീതിയിൽ ഈ പ്രസ്താവനയെ സമീപിക്കണം. കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ്. അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫ് ഇപ്പോൾ ദേശീയ സുരക്ഷാ സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അതിനു മുമ്പാണ് ഇത്തരത്തിലൊരു ഒരു വാർത്താ മാധ്യമത്തോട് ഈ ഖ്വാജ ആസിഫിൻ്റെ ഈ പ്രസ്താവന വരുന്നത്. അതായത് ഇന്ത്യ ഇനി കൂടുതൽ ഇത് വഷളാക്കാതിരുന്നാൽ ഞങ്ങൾ തിരിച്ചടി ഉണ്ടാകില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മനസ്സ് ഇല്ലിരിപ്പ് മാത്രമാണ്. സൈന്യം എങ്ങനെ തീരുമാനിക്കുന്നു എന്ന് അറിയാൻ കഴിയില്ല. പാകിസ്ഥാനിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നിലപാടുകളോടോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിനോ വലിയ വിലയൊന്നുമില്ലാത്ത ഒരു സ്റ്റേറ്റാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അവിടെ സൈനിക നേതൃത്വം തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫ് വിളിച്ചു കൂട്ടിയിട്ടുള്ള ഈ ദേശീയ സുരക്ഷാ സമിതി യോഗത്തിൽ സൈന്യം എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. അതേസമയം ഇന്ന് രാവിലെ ഈ ഇന്ത്യയുടെ വ്യോമാക്രമണത്തിന് തൊട്ട് പിന്നാലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഞങ്ങൾ ഇതിന് ശക്തമായി പ്രതികരിക്കും എന്നുള്ളതാണ്. ഒന്ന്, പാകിസ്ഥാൻ്റെ പരമാധികാരത്തെ ലംഘിക്കുന്ന നടപടിയാണ് ഇന്ത്യ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന പ്രസ്താവന നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഖ്വാജ ആസിഫിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അതായത് പാകിസ്ഥാൻ രാഷ്ട്രീയ നേതൃത്വത്തിലും രണ്ട് അഭിപ്രായങ്ങൾ രൂപവരുന്നു അല്ലെങ്കിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ഇത് ഇന്ത്യക്ക് ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ആക്രമണത്തിന് ഒരു തിരിച്ചടി നൽകണോ വേണ്ടയോ എന്നുള്ളൊരു നിലപാട്, അതോടൊപ്പം തന്നെ സൈന്യം എന്ത് നിലപാടെടുക്കുമെന്നുള്ളൊരു സൂചന. ഇങ്ങനെ ഇന്ത്യയെ പ്രകോപനത്തിലേക്ക് ഇന്ത്യയെ തള്ളിവിടേണ്ട സാഹചര്യമില്ലായിരുന്നു എന്നുള്ള അഭിപ്രായം. അങ്ങനെ വലിയ തോതിൽ ആഭ്യന്തര സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ നമ്മളിപ്പോൾ ആ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളെ കാണേണ്ടതുള്ളൂ. ആര്യ, തീർച്ചയായിട്ടും പാകിസ്ഥാൻ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയുക അത്ര വ്യക്തമായി പറയാൻ സാധിക്കില്ല എന്നതാണ്. പാകിസ്ഥാൻ എല്ലാ കാലത്തും അങ്ങനെയാണ്. വെടിനിർത്തൽ കരാർ ലംഘനം അതിൻ്റെ ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാവാറുണ്ട്. മാത്രമല്ല, അപ്പോഴും ഈ കരാർ ലംഘനം ഉണ്ടാകുന്ന സമയത്തും ഇരു രാജ്യങ്ങളും പാലിക്കേണ്ട ചില മര്യാദകൾ, സാമാന്യ മര്യാദകൾ ലംഘിക്കുന്ന തരത്തിൽ എപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നീക്കങ്ങളും ഉണ്ടാവാറുണ്ട്. അർജുൻ പീതാംബരൻ കൂടി വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, വളരെ വ്യക്തമായി ഇന്ത്യൻ ജനങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ഒപ്പം രണ്ട് സ്ത്രീകളുടെ സാന്നിധ്യം, സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരായ രണ്ട് സ്ത്രീകളുടെ സാന്നിധ്യം, അത് ഭാരതീയ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ധൈര്യവും ആത്മാഭിമാനവും ചെറുതായിരുന്നില്ല, അല്ലേ? തീർച്ചയായിട്ടും ഈ ഇന്ത്യ ഈ ദൗത്യത്തിനിട്ട പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരും, അതുപോലെ തന്നെ ആ ദൗത്യത്തിൻ്റെ വിശദ വിവരങ്ങൾ ബ്രീഫ് ചെയ്യാനായിട്ട് മാധ്യമങ്ങളോട് പങ്കുവെക്കാനായിട്ട് രണ്ട് വനിതാ ഓഫീസർമാർ ഉദ്യോഗസ്ഥരും വന്നെത്തിയതും വളരെ വലിയൊരു സന്ദേശം തന്നെയാണ് എന്തായാലും ലോകത്തിന് മുന്നിൽ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ ഈ ഒരു തിരിച്ചടിക്കൊപ്പം തന്നെ ബഹുഭൂരിപക്ഷം ലോകരാജ്യങ്ങളും നിൽക്കുന്നതും പിന്തുണയ്ക്കുന്നതുമായിട്ട് കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആരും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേർക്കുനേരൊരു യുദ്ധം, തുറന്ന യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴുള്ള തർക്കങ്ങൾ, സംഘർഷങ്ങൾ അത് പറഞ്ഞു തീർക്കണം, നയതന്ത്ര തലത്തിലൂടെ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നുള്ള കാര്യമാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയോടും പാകിസ്ഥാനോടും ഈ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യക്ക് തിരിച്ചടിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന പ്രതികരണമാണ് ഇതിൽ ഭൂരിപക്ഷവും ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഓരോ കള്ളങ്ങളും പൊളിച്ചെടുക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും ഈ പ്രത്യാക്രമണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ദൃശ്യങ്ങളുമാണ് ഈ നേരം വരെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും തങ്ങൾ ഭീകരരെ ആരെയും പിന്തുണയ്ക്കില്ല, ഭീകരർക്ക് സുരക്ഷിത താവളങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നുള്ള പാകിസ്ഥാൻ്റെ വാദങ്ങൾ ഓരോന്നായി പൊളിഞ്ഞു വീണു. അവിടെയുള്ള ഭീകരരെ തന്നെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അവിടെയുള്ള ഭീകരർ, ജെയ്ഷെ മുഹമ്മദ് തലവൻ്റെ അടക്കം കുടുംബത്തിലെ 10 പേർ കൊല്ലപ്പെട്ടു. അയാളുടെ 10 പേർ കൊല്ലപ്പെട്ടതിന് അപ്പുറത്തേക്ക് അനുയായികൾ, സഹായികൾ 4 പേർ കൊല്ലപ്പെട്ടു ഈ ക്യാമ്പിൽ വെച്ച് എന്നുള്ള കാര്യം അയാളും അയാളുടെ തിരിച്ചു വരാം. എന്തായാലും ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ അത് കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഇന്ന് ചേരേണ്ടതാണ്. പക്ഷേ ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. 14 ദിവസം നീണ്ട ആലോചനകൾക്ക് ശേഷം, ചർച്ചകൾക്ക് ശേഷം ഇന്ത്യ ഭീകരവാദത്തിന് മറുപടി നൽകിയ ദിവസമാണ്. ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുകയാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.